ലവറിനെ കയറ്റി എടുത്തിട്ടൊരു 4ാമത്തെ ഗിയറിൽ 80-90 സ്പീഡിലൊക്കെ പോകുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് ശരിക്കും ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുക. ഒരു കാരണവശാലും റോയൽ എൻഫീൽഡ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഫീച്ചേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് താഴ്ച്ചാലും എഞ്ചിൻ വൈബ്രേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് താഴ്ച്ചാലും മീറ്ററിൻ്റെ ഭാഗം എന്ന് പറയുന്നത് വലിയൊരു പോരായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു പക്ഷേ നമ്മുടെ മെറ്റിയോറൊക്കെ ഓടിക്കണ പോലെ ഒരു ടോപ്പ് ഗിയറിൽ കുറഞ്ഞ സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് ചോദിക്കാൻ ഇതൊക്കെ ഒരു കയറ്റം കയറി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ നമ്മുടെ ഗുഹ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ വില കൂട്ടണോട് കൂടിയിട്ട് 1-2 ഫീച്ചേഴ്സ് അവർ വണ്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മുടെ ഹോണ്ടയുടെ ഫാമിലിയിലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള CB350 RS ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലോഞ്ച് ചെയ്തിട്ട് കുറേ നാളായി, പക്ഷേ ഇന്നാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് കിട്ടുന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ ഹൈനസ് 350 ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാൻ ഡൗട്ട് ഉള്ളത് ഈ ഹൈനസും RSും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, 2 സെയിം വണ്ടികളാണോ? പക്ഷേ സംഭവം അങ്ങനെയല്ല. ഹോണ്ടയിൽ CB350 RS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ് ശരിക്കും ഇവർ ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുള്ളത്. അതായത് ഹൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ബാഡ്ജിങ് പോലും ആ ഒരു മോഡലിൽ കൊടുത്തിട്ടില്ല. ചെറിയൊരു സ്ക്രാംബ്ലറിൻ്റെ പോലെയാണ് ശരിക്കും വണ്ടി കാണുന്ന സമയത്തൊക്കെ ഫീൽ ചെയ്യുക. പക്ഷേ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. എന്ന് വെച്ചാലും ഹൈനസിലുള്ള പല കാര്യങ്ങളും ഈ ഒരു മോഡലിലില്ല, ഈ ഒരു മോഡലിലുള്ള പല കാര്യങ്ങളും ഹൈനസിലില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ 2 വണ്ടികളും തമ്മിൽ മെയിനായിട്ട് വരുന്ന ഡിഫറൻസും അതേപോലെ തന്നെ നമ്മുടെ CB350 RS ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ കുറേ നെഗറ്റീവ്സും കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ലുക്ക് ചെയ്യുന്ന തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ക്രോം എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഹൈനസ് 350 നിങ്ങൾക്കിപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം. ക്രോമിൻ്റെ ഇഷ്ടം പോലെ ഭാഗങ്ങൾ, അതായത് ടൈലിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ് ക്രോം ഫിനിഷോട് കൂടിയിട്ടാണ് ഹൈനസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ CB350 RSലേക്ക് പോയി കഴിയുമ്പോൾ പല ഭാഗങ്ങളിലും അവർ ആ ഒരു ക്രോം ഫിനിഷ് ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ടൈൽ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഒരുപാട് പ്ലാസ്റ്റിക് പരമായിട്ടുള്ള സംഭവങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വെയിറ്റ് ഏകദേശം 2 കിലോഗ്രാമോളം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ 350 RSൽ. പിന്നെ ഇതൊക്കെയാണ് ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ. 2 മോഡൽസും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാങ്കിൻ്റെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലെ തന്നെയാണ് ശരിക്കും ഫീൽ ചെയ്യുക. ആ കൂടെ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ്. അതിൽ ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ ഒരു മോഡലിൽ നമുക്ക് ഈ ഡേ ലൈറ്റ് റണ്ണിങ് ലാമ്പോട് കൂടിയിട്ടുള്ള ചെറിയൊരു ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലാണ്. അത് ഈ ഒരു മോഡലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോർനെറ്റിലൊക്കെ വന്നിട്ടില്ലേ ആ ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. റണ്ണിങ്ങിൽ കത്തി കിടക്കണ ആ ഒരു അവസ്ഥയിലല്ല. 2 വണ്ടികളും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി കൂടിയാണ് കേട്ടോ. ഓടിച്ച് വരുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ കത്തി എടുക്കണം, അല്ലെങ്കിൽ അത് RS ആണെന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ബാക്കിൽ നിന്ന് നോക്കേണ്ടതായിട്ട് വരും. ബാക്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പുതിയൊരു പാർട്സും കൂടെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവ പൊളിച്ചില്ല. ഹൈനസിൽ ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള, അതായത് ഒരു മെറ്റൽ മഡ് ഗാർഡാണ് ശരിക്കും ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. RSലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ശരിക്കും ഈ ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബറാണ്, നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി തന്നെയാണ് ശരിക്കും ഈ ഒരു മഡ് ഗാർഡ് വണ്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ അഡീഷണലായിട്ട്, അതായത് പുതുതായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലും നമുക്ക് ഹൈനസിലും അത് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ വീലിൻ്റെ ഭാഗത്തും ടയറിൻ്റെ ഭാഗത്തും മാറ്റങ്ങളുണ്ട്. ഈ ഒരു മോഡലിൽ നമ്മുടെ നോർമലായിട്ടുള്ള റോഡ് ടയേഴ്സാണ് ഇതിൽ ഡബിൾ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അതായത് ചെറിയ ഓഫ് റോഡുകളും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള MRFൻ്റെ സ്റ്റോക്ക് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ടയറിൻ്റെ സൈസിലും മാറ്റങ്ങളുണ്ട്. ബാക്കിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ആ ഒരു വശങ്ങളിൽ എത്തുന്ന സമയത്ത് ഞാൻ പറയാം. പിന്നെ അവിടെ നിന്ന് നേരെ സൈഡുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു നോട്ടം പോകും എക്സിസ്റ്റിൻ്റെ ബെൻ പൈപ്പിൻ്റെ ഭാഗത്തേക്കാണ്. ആ ഒരു ക്രോം ഫിനിഷ് ഇവിടെയും അവർ ഡീക്രോം ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ആ ഒരു എടുത്ത് നോക്കണ ഒരു സംഭവമാണ് ആ ഒരു ഹോണ്ട ഡിസൈൻ എന്ന് പറയുന്നത്. അത് ഈ ഒരു മോഡലിൽ കാണാൻ കഴിഞ്ഞില്ല. ടാങ്കിൻ്റെ ഭാഗങ്ങളിൽ ഡിസൈനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. എന്ന് വെച്ചാൽ കളേഴ്സിലും അതേപോലെ തന്നെ ചെറിയ തരത്തിലുള്ള ഗ്രാഫിക്സിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. RSൽ നമുക്ക് 2 കളർ വേരിയൻറ്റുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന റെഡും അതേപോലെ തന്നെ യെല്ലോയിൽ ഇതേപോലത്തെ ഷെയ്ഡ് വരണം ഡുവൽ ടോൺ കളറോട് കൂടിയിട്ടുള്ള ഒരു മോഡലും വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ 2 ശരിക്കും ഉണ്ടായിരുന്നത്. വേറെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വെച്ചാൽ സെയിം ആയിട്ട് തന്നെയാണ് ശരിക്കും ബാഡ്ജിങ് അതേപോലെ തന്നെ ടാങ്ക് പാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് CB350 RS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഹൈനസിൽ ഈ ഒരു തരത്തിലാണ് ശരിക്കും ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഇത്തിരി സൂപ്പറായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭംഗി ഫിനിഷിങ് കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് ആ ഒരു ഹൈനസിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങിനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്പ്ലെൻഡർ പോലത്തെ വണ്ടികളിലൊക്കെ ബാഡ്ജ് ചെയ്യില്ല, ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ ആ ഒരു പെട്ടെന്ന് കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുക. ചിലപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ ഭാഗങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് 2 സെയിം തന്നെയാണ് കേട്ടോ. അതായത് ഈ ഒരു പ്ലേറ്റ് പോലും ഡീക്രോമോ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഒരു RSൽ ശരിക്കും വന്നിട്ടില്ല. അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫുഡ് റെസ്റ്റിൻ്റെ ആ ഒരു അസംബ്ലി കാണാം. കംപ്ലീറ്റ്ലി ഇത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈലൻസറും കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. ആ ഒരു മോഡലിൽ സിൽവർ കളറായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ക്രോം കളറായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്പ്രിങ്ങിലും ഒരു ബ്ലാക്ക് കളർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡീക്രോം ചെയ്തിട്ടുള്ള ഒരു മോഡലിൽ നിന്നൊന്നും പറയാനായിട്ടൊന്നും പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗങ്ങൾ അതേപോലെ തന്നെ സൈലൻസറിൻ്റെ മുകളിലും എഞ്ചിൻ്റെ ഈ ഒരു സൈഡുകളിലൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ക്രോം ഫിനിഷിങ് കാണാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കാണിച്ചോർന്ന പല ഭാഗങ്ങളും ഡീക്രോം ചെയ്തെന്ന് മാത്രം. ഇനി ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് പറയുന്നത് വണ്ടിയുടെ ടൈൽ സെക്ഷനാണ് കേട്ടോ. അതായത് ആ ഒരു മോഡലിൽ ഒരു റെട്രോ ലുക്കിലുള്ള ഒരു ടൈൽ ലാമ്പും അതേപോലെ
തന്നെ ടൈലിൻ്റെ സെക്ഷനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മോഡലിൽ പക്ക ഒരു ന്യൂ ജനറേഷൻ ബൈക്ക് എന്നൊക്കെ പറയില്ല, ആ ഒരു തരത്തിലേക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതായത് ടൈലാമ്പിൻ്റെ ആ ഒരു ഭാഗം എടുത്ത് നോക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്താണെന്ന് വെച്ചാലും, അല്ലെങ്കിൽ ഇപ്പോൾ ടൈലിൻ്റെ ആ ഒരു വലുപ്പം അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ എടുത്ത് നോക്കുന്ന സമയത്താണെന്ന് വെച്ചാലും കംപ്ലീറ്റ്ലി യൂത്തന്മാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളൊരു വണ്ടി പോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2 വണ്ടിയുടെ ടൈൽ ലൈറ്റ് ഈ ഒരു തരത്തിലാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നോർമലായിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്ക് പോലെ അത് ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഹോർണറ്റിൻ്റെ സെയിം ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ക്രോം ഫിനിഷോട് കൂടിയിട്ടുണ്ടാകുന്ന ആ ഒരു മഡ്ഗാർഡ്, ആ ഒരു മെറ്റൽ മഡ്ഗാർഡ് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഫൈബർ ആയിട്ടുണ്ട്. ഫൈബർ ഡിസൈനിലാണ് ശരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹൈനസിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഗ്രാബ് റെയിൽ പോലത്തെ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മോഡലിൽ ഈ ഒരു തരത്തിലാണ് ശരിക്കും ഗ്രാബ് റെയിൽ വന്നിട്ടുള്ളത്. ഇത് യൂസ്ഫുൾ ആണെന്ന് ചോദിക്കാന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങളൊക്കെ കെട്ടി വെക്കാൻ ഉപകാരപ്പെടും, അല്ലാണ്ട് പിടിച്ചിരിക്കാൻ മാത്രം അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് ബാക്കിലേക്കൊക്കെ ഇറക്കണ സമയത്ത് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇതുമ്പോൾ പിടിച്ചിട്ട് നമുക്ക് ബാക്കിലേക്ക് റിവേഴ്സ് അടിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് സീറ്റിൻ്റെ ഭാഗങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ സീറ്റ് ഹൈറ്റിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ഹൈനസിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്പ്ലിറ്റ് സീറ്റ് RSലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഒരു സിംഗിൾ സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. റൈഡറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സോളോ റൈഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല വീതിയുള്ള ഒരു ഫ്രണ്ട് സീറ്റാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഇതിന് എന്തോ ടെക്നിക്കലായിട്ടുള്ള ഒരു പേരൊക്കെ പറയട്ടെ, എന്തോ ഒരു റോളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സീറ്റ്, ആ ഒരു ഡിസൈനിലാണ് ശരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിനെങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനായിട്ടും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു പുഷീനിങ്ങും അതേപോലെ തന്നെ കവറിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സീറ്റിൻ്റെ ഭാഗങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വീതി തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മോഡലിൻ്റെ റൈഡിങ് സീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ബാക്ക് സീറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ചെറിയൊരു സീറ്റ് കാണാം. നമ്മുടെ MT-15 ഒക്കെ പോലെ അമ്മേനെ എത്രമാത്രം ഇതിൽ കയറ്റിയെടുത്താൻ പറ്റുമെന്ന് ചോദിക്കാൻ വെച്ചാൽ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു ഉറപ്പ് തരാനായിട്ട് പറ്റില്ല കേട്ടോ. അതായത് അത്രമാത്രം കംഫർട്ടിൽ നിങ്ങൾക്ക് അമ്മേനെ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലത്തെ വയസ്സായവരെ കയറ്റിയെടുത്താൻ പറ്റുന്ന കാര്യത്തിലുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ലവറിനെ കയറ്റിയെടുത്താം. ലവറിനെ കയറ്റിയെടുത്തിട്ടൊരു 4ാമത്തെ ഗിയറിൽ 80-90 സ്പീഡിലൊക്കെ പോകുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് ശരിക്കും ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുക. സോളോ റൈഡിന് പക്കയായിരിക്കും, വന്നാച്ചാലും ഫാമിലി യൂസിന് അത്രമാത്രം ഒരു കംഫർട്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ സീറ്റിൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് കഴിയില്ല. ഗ്രാബ് റെയിൽ ഇല്ലാത്തതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിടിച്ചിരിക്കാനുള്ള ഒരു അവസരം കൊടുക്കാൻ പാടില്ല നമ്മുടെ ഗേൾ ഫ്രണ്ട്സിന്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് സീറ്റിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഓടിച്ചു നോക്കുന്ന സമയത്തും എനിക്കത് തന്നെയാണ് ഫീൽ ചെയ്തത്. ഒരുപാട് സമയം ഒരുപാട് ദൂരം ഓടിക്കുന്ന സമയത്ത് ബാക്കിലുള്ള ആൾക്ക് നമ്മുടെ വയറമൊക്കെ കയറി പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ത്രോട്ട് കൊടുത്താൽ വേറെ നിവൃത്തിയില്ല, ബാക്കിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ബാക്കിലത്തെ സീറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണാനായിട്ട് കഴിഞ്ഞു. നല്ല വീതി കൂടിയിട്ടുള്ള ടയർ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് ആ ഒരു വണ്ടീനെക്കാട്ടും ലുക്ക് ഈ ഒരു വണ്ടിയിൽ ശരിക്കും തോന്നിക്കുന്നുണ്ട്. പക്ക ഒരു സ്പോർട്ടി ലുക്കാണ് ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത്. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു മോഡലിൽ ടയർ സൈസ് 150ലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് 130 ഉണ്ടാകുന്ന ആ ഒരു ടയർ സൈസ് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 150 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം നമുക്കിപ്പോൾ കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിലും ബ്രേക്ക് ചെയ്യണ സമയത്താണെങ്കിലും ഓഫ് റോഡ് കയറുന്ന സമയത്താണെങ്കിലും നല്ല പോലെ തന്നെ നമുക്ക് വീലിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും മേജറായിട്ടുള്ള ലുക്കിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു മോഡലിന് നമ്മുടെ ഹൈനസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 10,000 രൂപയോളം കൂടുതലാണ്. അതായത് ഹൈനസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലോൺ വേരിയൻ്റെ വില എന്ന് പറയുന്നത് 2,26,000 മുതൽ 2,30,000. ഏറ്റവും ടോപ്പിൻ്റെ വില എന്ന് പറയുന്നത് 2,30,000. പക്ഷേ RSലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് 2,36,000 ആക്കി മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ വില കൂട്ടണോട് കൂടിയിട്ട് 1-2 ഫീച്ചേഴ്സ് അവർ വണ്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിലാദ്യത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USB പോർട്ടാണ്. നമുക്ക് ഒരുപാടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു USB പോർട്ട് ഇൻബിൽഡ് ആയിട്ട് തന്നെ ശരിക്കും ഹൈനസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോർട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഭയങ്കര empty ആയിട്ടാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഭാഗം ശരിക്കും കിടക്കുന്നത്. പിന്നെ മീറ്ററിലുണ്ടാകുന്ന ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി RSൽ ഇല്ല കേട്ടോ. ഓപ്ഷണലായിട്ട് ഇനി ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു മോഡലിൽ സ്റ്റോക്കായിട്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ചെറിയൊരു പോരായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോണ്ടയിൽ എന്തുമാത്രം ഫീച്ചേഴ്സാണ് അതിൻ്റെ പൊന്നോ, ട്രാക്ഷൻ കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, USB ചാർജർ. പക്ഷേ അത് പുതിയൊരു മോഡൽ അവതരിപ്പിച്ച സമയത്ത് മിസ്സാക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാവണം. പിന്നെയും കുറച്ച് സംഭവങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു എഞ്ചിൻ കവൾ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് പുതിയതാണ്. ഇതൊരു ക്രോം ഫിനിഷിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. മെറ്റലാണ്. വണ്ടിയുടെ സൗണ്ടിലൊന്നും മാറ്റങ്ങളില്ല കേട്ടോ. ഇതൊക്കെ ഒരു കയറ്റം കയറി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ നമ്മുടെ ഗുഹ എന്നൊക്കെ പറയില്ലേ, ഗുഹയല്ല തുരങ്കം എന്നൊക്കെ പറയില്ലേ, ആ ഒരു വഴി കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നല്ലൊരു രസമാണ് കേട്ടോ ഇതിൻ്റെ അക്സസ് നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലായിട്ടുള്ള വണ്ടികളിൽ കാണുന്ന പോലെയല്ല, ഇതിൽ എൻജിൻ കിൽ സ്വിച്ച് അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടൊക്കെ ഒരു സ്വിച്ചിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള ഏരിയ കൂടെ ഒക്കെ ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു സൗണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും.
പിന്നെ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു USB ചാർജറും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മാത്രമാണ് മിസ്സിങ്. ബാക്കി എല്ലാം കൊണ്ടും ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുന്ന കാര്യത്തിലല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് ചെറുതായി പോയി തോന്നി ഇതിൻ്റെ ആ ഒരു ഡിജിറ്റൽ മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു മോഡലിൽ 3 സെക്ഷൻ ആയിട്ടാണ് ശരിക്കും മീറ്റർ കൊടുത്തിട്ടുള്ളത്. അതിലിവിടെ സ്പീഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പീഡിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു അനലോഗ് മീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു വാച്ചിൻ്റെ സൈസിലുള്ള ചെറിയൊരു മീറ്ററിലാണ് ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാണിക്കുക. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, പക്ഷെ അത് കാണണമെങ്കിൽ കുറച്ച് കുനിയിരിക്കണം എന്ന് മാത്രം. നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു ന്യൂട്രലിൻ്റെ ഒരു ലാമ്പ് കത്തി കിടക്കണം നിങ്ങൾക്ക് കാണാം. തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഫ്യൂൽ ഗേജ് കാണാം, പിന്നെ ടാങ്ക് റേഞ്ച്, ടൈം, അങ്ങനെ ഒരുപാട് ട്രിപ്പ് മീറ്റർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത്. ബാറ്ററിയുടെ വോൾട്ടേജ് വരെ ഇതിൽ കാണിക്കട്ടെ ലൈവായിട്ട്. നമ്മുടെ ഹൈനസിൻ്റെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സർവീസ് റിമൈൻഡർ, അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും മീറ്ററിൻ്റെ ഭാഗം എന്ന് പറയുന്നത് വലിയൊരു പോരായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് ഇത്രയും കൂടെ കൂട്ടാറുന്നു, അല്ലെങ്കിൽ ഇതെടുത്തിട്ട് ഈ ഒരു സൈസിലേക്ക് ഇവിടേക്ക് മാറ്റിയിട്ട് ഈ വാണിംഗ് ലാമ്പുകൾ ഇതിലേക്ക് ആക്കാറുന്നു എന്നൊക്കെ തോന്നി. ഇനി ഇപ്പുറത്തെ സൈഡിൽ വാണിംഗ് ലാമ്പുകളിൽ നമുക്ക് ഈ ഒരു T കാണാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ട്രാക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ എവിടെ ഉപകരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓഫ് റോഡുകളൊക്കെ നമ്മൾ കയറ്റുന്ന സമയത്ത് ബാക്ക് വീല് സ്പിന്നായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുള്ള വണ്ടികളിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അപ്പോൾ സ്പിന്നായിട്ട് പോയിട്ടുള്ള അപകടങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഒരു പരിധിവരെ കുറവായിരിക്കും. ട്രാക്ഷൻ കൺട്രോൾ പോലെ തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തുള്ള വേറൊരു സംവിധാനമാണ് ഡ്യുവൽ ചാനൽ ABS എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വണ്ടിയിൽ കാണാം. പിന്നെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും തന്നെ ബ്രേക്കിൻ്റെ ഭാഗങ്ങളിൽ ഫീൽ ചെയ്തില്ല. ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. അതായത് പിടിച്ചോർത്ത് അവിടെ തന്നെ നിൽക്കും. അതിനാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് എന്നൊക്കെ പറയണത്. പിന്നെ ടയറിൻ്റെ ഡ്യുവൽ പർപ്പസ് ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ ടയറിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു ഗ്രിപ്പിംഗ് ഒക്കെ ഈ ഒരു വണ്ടിയിൽ കാണാനായിട്ട് കഴിഞ്ഞു. ഫെദർ ടച്ച് ഒന്നല്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാൻ തന്നെ വേണം വണ്ടി സ്റ്റാർട്ട് ആവണമെങ്കിൽ. പിന്നെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചുകളിൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിൽ സ്വിച്ചും അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് കൂടിയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ താഴെ കാണുന്നത് ഹസാർഡാണ്. പിന്നെ ഇവിടെ പാസ്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ അടിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഹോൺ, ഇതിൽ തന്നെയാണ് നമുക്ക് ഡിമ്മും ബ്രൈറ്റും വന്നിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ്, പക്ഷേ ഒരു പുതുമ ഈ ഒരു മോഡൽ ഹൈനസ് പോലെ തന്നെ ഇതിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളൊന്ന് മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പാളി പോവില്ല കേട്ടോ. ചിരലെല്ലാം വെച്ചാലും വണ്ടിയുടെ ബാക്ക് വീല് സ്പിന്നായി പോവില്ല. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു വണ്ടീനെ. ഇപ്പോൾ ഈ ഒരു മോഡൽ ഇറക്കിയതിന് ശേഷം ഈ ഒരു വണ്ടീനെ സംബന്ധിച്ചിടത്തോളം റൈഡിംഗ് പോസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹാൻഡിൽ ബാർ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അതായത് മറ്റേതിൽ ഇത്തിരി ഉയരത്തിലാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് കുഞ്ഞിരുന്നിട്ട് വേണം ഓടിക്കാനായിട്ട്. പിന്നെ ഫുട് റെസ്റ്റും കുറച്ച് സീറ്റിൻ്റെ ബാക്കിലേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഹൈനസ് എന്ന് പറയുന്നത് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 25 വയസ്സിന് മേലെയുള്ള ആൾക്കാർ ഉന്നം വെച്ചിട്ട് ഇറക്കിയതാണെന്ന് വെച്ചാൽ ഈ ഒരു മോഡൽ പക്ക യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യണത്. പിന്നെ ഈ ഒരു മോഡലിലും ക്ലച്ച് വീലൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വലിക്കില്ല. ആ ഒരു ശരിക്കും ഒരു അനുഭവമാണ് ക്ലച്ചിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് കാണാനുള്ളത്. ഗിയർ ബോക്സും വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമുക്ക് 4th ഗിയർ വരെ ഒരു 80-90 സ്പീഡിലൊക്കെ ഭയങ്കര സുഖമായിട്ട് ഈ ഒരു വണ്ടിയിൽ പോവാം. അതായത് എഞ്ചിൻ ഭാഗത്തുനിന്നോ നമുക്ക് ഫുട് റെസ്റ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നും വൈബ്രേഷൻ ഫീൽ ചെയ്യില്ല. ഈ ഒരു മോഡലിലും അത്ര സ്മൂത്ത് തന്നെയായിട്ടാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കും ചെയ്തിട്ടുള്ളത്. ഹൈനസിൻ്റെ സെയിം. നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 3rd ഗിയറിൽ ഒരു 40 സ്പീഡിലൊക്കെ പോകാൻ പറ്റുമെന്ന് ചോദിക്കാം. അത്തരത്തിലുള്ള ഒരു സംവിധാനം, അതായത് അത്തരത്തിലുള്ള ഒരു ടോർക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ കാണാനായിട്ട് കഴിയില്ല. ഹൈവേയിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാം, അതേപോലെ തന്നെ സിറ്റിയിൽ പോകുമ്പോഴും കാണാം. പക്ഷേ നമ്മുടെ മെറ്റിയോറൊക്കെ ഓടിക്കണ പോലെ ഒരു ടോപ്പ് ഗിയറിൽ കുറഞ്ഞ സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് ചോദിക്കാൻ വെച്ചാൽ അത് ഈ ഒരു വണ്ടിയിൽ സാധ്യമല്ല. പിന്നെ 1st, 2nd, 3rd, 4th ഗിയറുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. ഒരു ത്രോട്ടിൽ റെസ്പോൺസ് തന്നെയാണ് ശരിക്കും വണ്ടിയുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ടുള്ളത്. അതായത് ഒരു 80-90 പോകാൻ 3rd ഗിയർ തന്നെ ധാരാളമാണ്. വലിയ വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും ആ ഒരു സ്പീഡിൽ ആ ഒരു ഗിയറുകളുടെ ഭാഗത്തുനിന്നൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മളൊരു ചെറിയൊരു RPM-ലേക്ക് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 4ാമത്തെ ഗിയറിൽ ഒരു 30-35 പിടിച്ച് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഒരു ചെയിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അടിയും അതേപോലെ തന്നെ വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഭാഗത്ത് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പീഡിൽ, അതായത് 3rd ഗിയറിൽ ഞാനിപ്പോൾ ഒരു 20 പോകാൻ പറ്റുമെന്ന് ശ്രമിക്കാൻ പോവാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. വണ്ടിയുടെ ഭാഗങ്ങൾ ഈ ഒരു കേബിൾ കാര്യങ്ങളൊക്കെ പുലിങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോജ് അതേപോലെ തന്നെ നമ്മുടെ ജാവ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വണ്ടികളുടെ സെഗ്മെൻ്റായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. നമ്മുടെ ഇമ്പീരിയൽ 400 ഒരു കാരണവശാലും റോയൽ എൻഫീൽഡായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഫീച്ചേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് താഴ്ച്ചാലും എഞ്ചിൻ വൈബ്രേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് താഴ്ച്ചാലും അവരുടെ വണ്ടികൾക്ക് അവരുടെ വണ്ടികൾ തന്നെയാണ് ശരിക്കും കോമ്പറ്റീഷൻ. പിന്നെ ലുക്ക് വൈസ് എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല ഒരു റെട്രോ ലുക്കാണ് ശരിക്കും വണ്ടിയുടെ ഫ്രണ്ടിന് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ വന്നിട്ടുണ്ട്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള നല്ല വലുപ്പം കൂടിയിട്ടുള്ള ടയറോട് കൂടിയിട്ടുള്ള ഒരു ബാക്ക് ലുക്കും വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും പക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക പെർഫെക്റ്റ് ആണ്. പിന്നെ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് കാല് കുത്താനൊന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നായിട്ട് ഹൈറ്റ് കുറഞ്ഞവർക്കും ഒരു പരിധി വരെ ഈ ഒരു വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരുപാട് സീറ്റ് ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു വണ്ടി കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ബാക്കിൽ ആളെ കയറ്റുന്ന സമയത്ത് മാത്രം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. അതായത്
ഇങ്ങനെ സഡനായിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്ന ആളുടെ കൈ നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ട ഇതായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിടിച്ചിരിക്കാൻ ഒരു ഗ്രാബ് റെയിൽ ഇല്ല എന്നൊക്കെ പറയുന്നത് വീട്ടുകാരെ കയറ്റണ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പോരായ്മ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രാംബ്ലർ മോഡലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്പോട്ടി ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഗ്രാബ് റെയിൽ ഒഴിവാക്കിയത്. പിന്നെ ഇതുകൊണ്ട് ലഡാക്ക് പോകാൻ പറ്റുമോ, നടുവേന എടുക്കുമോ, ബാക്ക് പെയിൻ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-200 കിലോമീറ്റർ വരെ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും നിങ്ങൾക്ക് സീറ്റിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഫീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും സ്മൂത്തായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് മേലൊക്കെ പോകുന്ന സമയത്ത് പില്ലാനെ കുറിച്ചിട്ട് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ പില്ലാൻ കംഫർട്ട് ഇല്ലയെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈഡർക്ക് ഒരു ജെൽ ബാഗോ എയർ ബാഗോ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ബാക്ക് പെയിൻ എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് ഹാൻഡിൽ കാര്യങ്ങളൊന്നും ഉയർത്തേണ്ടതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ റൈസർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഹാൻഡിൽ ഉയർത്തണമെങ്കിൽ ഉയർത്താം. പിന്നെ ടാങ്കിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നല്ല വണ്ണുള്ളവർക്കും അതേപോലെ തന്നെ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പക്ക കംഫർട്ടിൽ കാല് മടക്കിയിരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓഫ് റോഡ് കയറ്റുന്ന സമയത്ത് നമുക്ക് എണീറ്റിക്കാൻ പറ്റുന്നതെന്നല്ല ഞാൻ പറയണത്. നമ്മളൊരു ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ തന്നെ നമുക്ക് ടാങ്കിനെ ഹഗ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു വണ്ടിയിൽ പക്ക റിലാക്സ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും. വളരെ സുഖമായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90 സ്പീഡിലാണ് നമുക്ക് ഓടിക്കണമെന്ന് തോന്നാത്ത രീതിയിലാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ പെർഫോമൻസ്. ഇനിയിപ്പോൾ മൈലേജിനെ കുറിച്ച് പറയാൻ വെച്ചാൽ 30 മുതൽ 38 ആ ഒരു റേഞ്ചിൽ ഹൈനെസ്സിന് എങ്ങനെയാണോ അതേപോലൊക്കെ തന്നെയാണ് ഇതിലും മൈലേജ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഹൈനസ് അല്ല CB 350 RSൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയായിട്ട് ഇത് ഫീൽ ചെയ്യുമെന്ന് ചോദിക്കാൻ വെച്ചാൽ ഒരു 150-200 cc ഉപയോഗിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബുള്ളറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് കടന്ന് കയറാനായിട്ട് പറ്റും. അത്ര മാരകമായിട്ടുള്ള പവറോ കാര്യങ്ങളൊന്നും തന്നെയല്ല. നമുക്കൊരു ബിഗിനറിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും അത്രത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ കാണാം. പിന്നെ അത്ര ഹെവി അല്ല, ഒരു 169 കിലോഗ്രാമോളെന്നൊക്കെ പറയുമ്പോൾ ഒരു RS 200 ഒരു സ്പോർട്ടി ബൈക്കിന് എത്രത്തോളം വെയിറ്റ് വരുന്നുണ്ടോ അത്രത്തോളം വെയിറ്റ് തന്നെയാണ് ഈ ഒരു മോഡലിന് വന്നിട്ടുള്ളത്. ആ കാര്യങ്ങളിലൊന്നും വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. കൊച്ചിയിൽ മാത്രമുള്ള ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഷോറൂം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിലും തൃശ്ശൂർ നമ്മുടെ പെരിങ്ങാവിൽ വരെ ഇതിൻ്റെ സർവീസ് സെൻറ്ററുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുതിയ സർവീസ് സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒരു സർവീസിൻ്റെ ബുദ്ധിമുട്ടും ഈ ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഈ ഒരു മോഡലിന് മാറി കിട്ടും തന്നെ നമുക്ക് വിചാരിക്കാം. നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.